ഇല്ല. പക്ഷെ തമിഴ് ആക്ച്വലി ഇഷ്ടമാണോ? ലൈക് ഫ്രം യു ഫ്രം ഊട്ടി റൈറ്റ്? ഊട്ടിയിലാണ് വരുന്നത്. അപ്പൊ തമിഴ് സിനിമയാണോ കോൺസെൻട്രേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നോ? അതോ ഓഫേഴ്സ് വരുന്ന സമയത്ത് ലൈക് ഐ ഇൻട്രസ്റ്റ് അല്ലല്ല, ഞാൻ ചെന്നൈയിൽ മൂവീസിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തമിഴ് ഓഫേഴ്സ് വന്നു. വന്നു അപ്പോൾ അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് കുറച്ച് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നല്ല റോൾസ് എനിക്ക് ചെയ്യാൻ കിട്ടി. ചെറിയ റോൾസ് ആണെങ്കിലും ഗൗതം സാറിൻ്റെ കൂടെ ഗൗതം സാറിൻ്റെ മൂവിയിൽ ഒരെണ്ണം അഭിനയിച്ചു. പിന്നെ ഗൗതം സാറിൻ്റെ കൂടെ എക്സ്പീരിയൻസ് അങ്ങനെ that was wonderful. ഹാപ്പി അല്ലേ? Yeah, it was. ഗൗതം സാർ ഫാൻ ആയിരുന്നോ? Of course, yes. ഭയങ്കര അല്ലേ? ഓക്കെ അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫൈങ് നോടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡയറക്ടേഴ്സ് ലൈക്ക് ബാല സാർ, ആറ്റ്ലി, ഇവരൊക്കെ കൂടെ അഭിനയിച്ച് അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ നന്നായിരുന്നു. പിന്നെ അതിനുശേഷം കുടുംബങ്ങൾക്ക് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ ബേസ് ഷിഫ്റ്റ് ചെയ്തു. ട്രിവാൻഡ്രത്തേക്കായി. ഇപ്പം ട്രിവാൻഡ്രത്താണ്. സോ ഡൂയിങ് 2 സീരീസ്. ഇപ്പം കുടുംബവഴക്കിന് ശേഷം ഇപ്പം സാന്ത്വനം ചെയ്യുന്നു. സാന്ത്വനം 2-ലെ ബാലനായിട്ട് ചെയ്യുന്നു. ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കേ, കുടുംബവഴക്കിലോട്ട് എങ്ങനെ ഓൺ ബോർഡ് വരുന്ന ആ ഒരു പ്രൊസീജർ എങ്ങനെയായിരുന്നു? അതെനിക്ക് ജസ്റ്റ് കോൾ വന്നു. ഓക്കെ, അങ്ങനെ എടുത്തു. നോർമൽ കോൾ ആയിട്ട് വന്നു. ഇപ്പൊ പറഞ്ഞ് സ്വാതന്ത്ര്യം ചെയ്യാതിരിക്കുന്നു, അത് പിന്നെയും കുടുംബവഴക്കിനെ പോലെ തന്നെ പിന്നെയും സ്നേഹിക്കുന്ന ഒരു, അതും സെക്കൻഡ് പാർട്ട്. അപ്പൊ there's a big responsibility ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ ആൾക്കാർ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അത് ബേസിക്കലി സാന്ത്വനത്തിന്റെ വണ്ണുമായിട്ട് സെയിം സിമിലാരിറ്റി ഇല്ലെങ്കിലും കാസ്റ്റ് ആൻഡ് ക്രൂ എവറിത്തിങ് സെപ്പറേറ്റ് ആണ്. പക്ഷെ എന്നാലും ആ നെയിം ഞങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നു. സ്വാതന്ത്ര്യം ഫസ്റ്റ് അറിയായിരുന്നു. എനിക്ക് ആ ടീമിനെ എല്ലാവരും അറിയാമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ വിളിക്കുമ്പോ സമയത്ത് സ്വാതന്ത്ര്യം ഡെഫിനറ്റ്ലി കാസ്റ്റ് വേറെയാണ്, സ്റ്റോറീസ് ഡിഫറെന്റ്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഓഡിയൻസിന് ഭയങ്കര സ്പെഷ്യൽ ടു ഹാർട്ടാ. ഒരു ശരിക്കും പറഞ്ഞ ഒരു ചാലഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഐ മീൻ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ചെറിയൊരു റോൾ ചെയ്യുന്നു. സോ ഐ എം ഓക്കെ. കാരണം ബാക്കിയുള്ള ഗ്രൗണ്ട് വർക്ക്സ് എവറിത്തിങ് അവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു പോർഷനിൽ പോയി ജസ്റ്റ് ഐ ഹാവ് ടു ഫിറ്റ് മൈ സെൽഫ്, അത്രേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഇപ്പോൾ കുടുംബങ്ങൾക്ക് സീരിയൽ വരുമ്പോൾ തന്നെ ഏറ്റവും ആൾക്കാർ ട്രെൻഡിങ് അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്ത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കാണ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കെ മേനൻ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനത്തെ ലുക്കിൽ നടക്കാനാണ് ഇഷ്ടം, ലൈക്ക് സോൾട്ട് ആൻഡ് ഇങ്ങനെയാണ് ഇഷ്ടം. യു പേഴ്സണലി ലവ് ദിസ് അല്ലേ? പ്രിഫർ ദിസ് അല്ലേ? ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടോ ഇങ്ങനെ കളർ ചെയ്യണം ബ്ലാക്ക് ആയിട്ട് നമ്മൾ അതിനെ കൂടുതൽ കണ്ടിട്ടില്ല. ഞാൻ 1-2 സിനിമയുടെ ഫ്ലാഷ് ബാക്ക് സീൻസിന് വേണ്ടിയിട്ട് ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഫുൾ കളർ ഐ മീൻ ജസ്റ്റ് ടെമ്പററി കളർ വാഷ് ചെയ്ത് അവിടെ നിന്ന്. കാരണം കണ്ടിന്യൂറ്റി ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ സിനിമയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെർമനന്റ് ബ്ലാക്ക് അടിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായത്. പേഴ്സണലി എൻ്റെ ചോയ്സ് ഗ്രേ ഹെയർ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ പെപ്പർ ഇല്ല, ഇറ്റ്സ് ഓൺലി സോൾട്ട്. ആൻഡ് ഓൾസോ ഉയരെ എന്ന് പറയുന്ന സിനിമയിൽ പാർവതിയുടെ കൂടെ നല്ലൊരു പാട്ടില് അത് ഭയങ്കര സ്പെഷ്യൽ ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഹാർട്ട്. ആ പടം 100 days സക്സസ് ആയിട്ട് ഓടുന്നു, സക്സസ് മീറ്റിൽ വരുന്നു. അത് ഭയങ്കര സന്തോഷമല്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പാർവതി ആസ് ആൻ ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ? അയ്യോ, ഐ മീൻ the other legends. നമ്മൾക്ക് ജസ്റ്റ് ഗിഫ്റ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി. ആൻഡ് അതിൽ വളരെ ചെറുതാണെങ്കിലും നോട്ടബിൾ റോൾ കിട്ടിയതിന് ഐ വാസ് വെരി ഹാപ്പി അല്ലേ? പിന്നെ ഇറ്റ്സ് ലേണിംഗ് ഫ്രം വർക്കിംഗ് ഐ മീൻ ഷെയറിങ് സ്ക്രീൻ അതുപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഗ്രേറ്റ്. ഏതെങ്കിലും ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ഈ ആക്ടറിനോട് വർക്ക് ചെയ്ത് കുറച്ചുകൂടി നന്നായിരിക്കും. കുറേ ഉണ്ടായിരിക്കും, പക്ഷേ വെരി സ്പെഷ്യൽ ടു ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ നോക്കാം. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ സൂപ്പർ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഐ വുഡ് പ്രിഫർ. ബട്ട് ഒരു വൺ പേഴ്സണൽ ചോയ്സ് അറ്റ്ലീസ്റ്റ് ആസ് എൻ ആക്ടർ ഒന്ന് ഫോർഗെറ്റ് വർക്കിംഗ് കാണണമെന്നെങ്കിലും രജനികാന്ത് സാറിന്റെ കൂടെ. രജനി സാർ മാത്രമാണ് തലവർ ഈസ് മൈ ഡ്രീം. ഹ്യൂജ് ഫാൻ ആവും. Hopefully we'll work together അല്ലേ? കാണാൻ നമുക്ക് കാണാൻ കിട്ടിയാൽ മതി. I mean working and all is super dream ആണ് അതൊക്കെ. There is a dream and then there's something called super dream. Different. So that's a super dream. So at least someday to meet him. അതെ. സോ ഇപ്പോൾ വന്നിട്ട് യു ഫ്രം ഊട്ടി, അമ്മ വന്നിട്ട് ഇവിടെ കേരളത്തിൽ. അമ്മ ഇവിടെ അല്ലേ? അമ്മ അച്ഛനും. അമ്മ വൈക്കത്ത്. അതെ. അച്ഛൻ എറണാകുളം മരട്. ഓക്കെ. അച്ഛൻ പണ്ട് ഊട്ടിയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. അപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഫസ്റ്റ് ഉള്ള ഒരു ഫ്രണ്ട് ആരായിരിക്കും ഇവിടെ? യു ഹാവിങ് എനി ഫ്രണ്ട് ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടക്കുന്ന ഒരു വെരി സ്പെഷ്യൽ ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു ആക്ടർ ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, എനിക്ക് അങ്ങനെ പറയുവാണെങ്കിൽ വിത്തൗട്ട് എനി ഡൗട്ട് ഇറ്റ് ഈസ് നൂബിൻ. ഓക്കെ. He is one
ഗുഡ് ആൻഡ് ബെസ്റ്റ് Friend of yours അല്ലേ? ബാക്കി എല്ലാവരും ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരോടും. പക്ഷേ അതായത് ഒരു പേഴ്സണൽ ബോണ്ടിങ്, ഒരു നെക്സ്റ്റ് ലെവൽ കണക്ഷൻസ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഇസ് വിത്ത് നോബൽ. ബട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഗുഡ് ഫ്രണ്ട്സ് തന്നെയാണ്. ആരുമായിട്ട് എനിക്കൊരു താങ്ക്ഫുള്ളി ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ്. ഇപ്പോൾ ചെയ്തിട്ടുള്ള സീരിയൽസിൽ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈക്ക് വളരെ കാമല്ല, ആക്ച്വലി കാമല്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ്, നല്ലൊരു മോട്ടീവിനുള്ളൊരു കാംനെസ്, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വേഴ്സൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ആസ് എൻ ആക്ടർ എത്ര സന്തോഷമാണ്, സാറ്റിസ്ഫൈങ് ആണോ അതൊക്കെ ചെയ്യുന്ന സമയത്ത്? പിന്നെ ഉറപ്പായിട്ടും ഐ മീൻ ആ ഒരു കാര്യത്തിൽ ഞാൻ മൂവി കുറച്ചും കൂടി പ്രിഫർ ചെയ്യും. ബിക്കോസ് ഓരോരോ ഷെഡ്യൂളിലും ഓരോരോ ടീമിൻ്റെ കൂടെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. ബട്ട് സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും 2, 3, 4 years ആയിട്ട് വർക്ക് ചെയ്യണം, ഒരേ പാറ്റേൺ ആണ്. ബട്ട് കുടുംബവിളക്കുന്ന കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് സാന്ത്വനത്തിൽ. ഇതിനേക്കാളും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ഡോക്ടർ റാമിൻ്റെ. സോ പിന്നെ മൗനരാഗം. സോ എല്ലാത്തിനും ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഓഡിയൻസിന് ലവിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വൺ മെമ്മറബിൾ ഓഡിയൻസിൽ മെസ്സേജുകളൊക്കെ വരുമല്ലോ, ഇപ്പോൾ എന്തായാലും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ വരും. അങ്ങനെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തായിരിക്കും? ഇല്ല, ഐ മീൻ അങ്ങനെ മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്നെ പോലത്തെ ഒരു ബിഗിനിങ് ആക്ടറിന് ഇതുപോലത്തെ ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഐ എം ട്രൂലി ഗിഫ്റ്റഡ്. സോ അതിന് ഐ താങ്ക് ഈച്ച് ആൻഡ് എവരി ഓഡിയൻസ്. കാരണം അവർ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹം, ഒരു ഫോട്ടോ എടുക്കാൻ വരുന്നവരാണെങ്കിലും കണ്ട് ചിരിക്കുന്നവരാണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണെങ്കിലും എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. സോ അതിന് ഓരോരുത്തരോടും നന്ദി പറയുന്നു, അത്രേ ഉള്ളൂ. ഐ മീൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് സ്പെഷ്യൽ. കാരണം ഇതായിട്ട് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തൊരു അപ്രിസിയേഷനാണ് ആസ് എൻ ഹ്യൂമൻ ബീയിങ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? Of course. Each and every comment, each and every criticism, each and every wishes and photograph are memorable. ഇപ്പോൾ സ്വാതന്ത്ര്യം 2 ഷൂട്ടിംഗ് പോകുന്നുണ്ട്, എപ്പിസോഡ്സും റൺ ഔട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഹെക്ടിക് സ്കെഡ്യൂളൊക്കെ ആയിരിക്കും. സാർ പറഞ്ഞ പോലെ ഇപ്പോൾ 3 years നമ്മൾ മുന്നോട്ടാണ്. ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ആരാ നിങ്ങളുടെ സെറ്റിൽ? സ്വാതന്ത്ര്യം 2 ഏറ്റവും കൂടുതൽ റീടേക്സ് പോകുന്നത് ഏറ്റവും കൂടുതൽ? അങ്ങനെയൊന്നും ഇപ്പം ഞങ്ങളെല്ലാവരും സെറ്റായി. ഇപ്പം എല്ലാവരും വെർസറ്റൈലാണ്. സ്റ്റാർട്ടിങ്ങിൽ റീടേക്സ് പോയിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ കാരണം അത് റീടേക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇംപ്രവൈസേഷന് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് ചിലപ്പം കറക്റ്റാന്ന് വിചാരിക്കും, താങ്കൾ ചെയ്യുന്നത് ശരിയായിരിക്കും. അപ്പം ഓരോരുത്തരുടെയും ഇതിന് ചിലപ്പം ഡയറക്ടർ ഇംപ്രവൈസേഷന് വേണ്ടിയിട്ട് റീടേക്ക് ചെയ്യും. കാരണം നമ്മുടെ സാന്ത്വനത്തിൽ ഒരുവിധം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. എല്ലാവരും സീരിയൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടീസ് ഇല്ല. സ്വാതന്ത്ര്യം ആ സെറ്റിൽ കാസിൽ ആരെ ഏറ്റവും ഭയങ്കര ഫൺ, ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ജോക്സ് ഒക്കെ ക്രാക്ക് ചെയ്ത് സാന്ത്വനം സെറ്റ് ഫുൾ ഫണ്ണാണ്. എല്ലാവരും എവ്രിബഡി ഭയങ്കര വൈബാണ്. സോ അതിൽ ഒരു ഡൗട്ടും ഇല്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ബിറ്റ്വീൻ ആക്ഷൻ കട്ടിൻ്റെ സമയത്തിന് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഇങ്ങനെ ഒരാളെന്നില്ല, എല്ലാ ആൾക്കാരും ഭയങ്കര ജോളി. ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഈക്വലി വൈബാണ്. പേഴ്സണലി ഇപ്പോൾ ഡോക്ടർ റാം ചെയ്തിട്ടുണ്ട്, കുടുംബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം 2 ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നമുക്കൊരു സ്ഥലം ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഏത് ഷൂട്ടിംഗ് സ്പേസ് ആണ് ഭയങ്കര ഫേവറേറ്റ്? കെ മേനൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ചോദിക്കുകയാണെങ്കിൽ കുടുംബവിളക്ക് അതായത് ഇപ്പം 5 yearsനടുത്ത് കുടുംബവിളക്ക് ടീം വർക്ക് ചെയ്തുകൊണ്ട് ദാറ്റ് വാസ് മോർ. ഇപ്പം സാന്ത്വനം ഈക്വലി ഫണ്ണായിട്ട് വീക്കെൻഡ് ഇപ്പോൾ 1.5-2 വർഷമായി എടുത്ത് ഓൾമോസ്റ്റ്. സോ സാന്ത്വനത്തിലെ ടീമും എവ്രി വൺ ആർ ജെം. സോ വി ഹാപ്പി.